ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം നമുക്കായി കരുതുന്ന ദൈവം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? എന്താണ് ഈ വചനം അർത്ഥമാക്കുന്നത്? ദൈവം തൻ്റെ പുത്രനെ മനുഷ്യവർഗത്തിനു വേണ്ടി ക്രൂശിൽ ബലിയർപ്പിക്കാൻ തന്നെങ്കിൽ അവൻ തീർച്ചയായും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കരുതും. കാരണം ദൈവം അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നന്മയും അവൻ തടയില്ല. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ നന്മയാണ്, ഉയർച്ചയാണ്. ഇത് വിശ്വസിക്കണം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. വിശ്വാസികളുടെ പിതാവായാണ് അബ്രഹാം അറിയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ കിട്ടിയ മകനാണ് ഇസഹാക്ക്. എന്നാൽ തൻ്റെ മകനെ യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. അബ്രഹാം ചഞ്ചലപ്പെടാതെ ദൈവത്തിൽ വിശ്വസിച്ചു. തൻ്റെ മകനെ യാഗം കഴിക്കാൻ തയ്യാറായി. താൻ ദൈവത്തെ അനുസരിച്ചു. മോറിയ മലയിലേക്ക് മകനും വിറകുമായി യാത്രയായി. പോകും വഴി മകൻ അബ്രഹാമിനോട്, അപ്പാ, യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചു. അതിന് അബ്രഹാം, മകനെ, യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞു. അവിടെ തൻ്റെ മകനെ യാഗമർപ്പിക്കാൻ വാളെടുക്കുമ്പോൾ താൻ ഒരു ശബ്ദം കേട്ടു. വാക്യം 11. അബ്രഹാം, അബ്രഹാം, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ദൈവം തന്നിൽ വിശ്വസിച്ച് അനുസരിച്ച അബ്രഹാമിന് മകന് പകരമായി ഒരു ആട്ടുകൊറ്റനെ ഒരു ചെടിയിൽ കുരുക്കി കൊടുത്തു. മകന് പകരമായി ആടിനെ യാഗമർപ്പിച്ച് ആ മലയ്ക്ക് അബ്രഹാം യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും എന്ന് പേരിട്ടു. യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദാനത്തേക്കാൾ ദാതാവിനെ സ്നേഹിക്കുന്ന അബ്രഹാം, അനുഗ്രഹത്തേക്കാൾ അനുഗ്രഹം കൊടുത്ത ദൈവത്തെ സ്നേഹിക്കുന്ന അബ്രഹാം. എത്ര പേർ പറയും, എനിക്ക് വേണ്ടി ദൈവം ഒരു ബലിയാടായി തീർന്നു? വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ സഹായിപ്പാൻ എന്നോടൊപ്പമുള്ള പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ വിശ്വാസം ഏറ്റു പറയുമ്പോൾ തന്നെ പല കുരുക്കുകൾ, തടസ്സങ്ങൾ പൊട്ടിമാറും. വഴിയും വാതിലുകളും തുറക്കപ്പെടും. കാരണം ദൈവം അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ വേദനയാൽ പിടഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരുന്നത്. യേശു ക്രൂശിൽ ആണിയടിക്കപ്പെട്ടപ്പോൾ വേദനകൾ സഹിച്ചത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഹല്ലേലൂയ. എങ്കിൽ ആ യേശുവോട് കൂടെ നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകാതിരിക്കുമോ? എന്നെ കേൾക്കുന്ന നമ്മിൽ പലരും ഈ നന്മകൾ അനുഭവിച്ചവരാണ്. എങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അല്ലാത്തവർ വിശ്വസിച്ചാട്ടെ, ഏറ്റുപറഞ്ഞാട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം, ആ യേശുവോടൊപ്പം എനിക്ക് വേണ്ട, എൻ്റെ തലമുറകൾക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും നൽകി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഉയർച്ചയാണ്, നന്മയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഗുണം നോക്കിയല്ല ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മുഴുവനായി തന്നവൻ അവനോട് കൂടെ സകലവും പറയുക, സകലതും നൽകിത്തരും. ഹല്ലേലൂയ.
വിശ്വസിക്കുക, യേശുവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നന്മയാണ്, ഉയർച്ചയാണ്. അബ്രഹാമിനെ പോലെ അങ്ങ് വിശ്വസിക്കുക. 100 വയസ്സുള്ള അബ്രഹാം, 90 വയസ്സുള്ള സാറ. കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം അവരോട് പറഞ്ഞപ്പോൾ സാറയുടെ ഗർഭപാത്രം നിർജീവമാണെന്ന് അറിഞ്ഞിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർജീവമായി കിടക്കുന്ന ചില അവസ്ഥകൾക്ക് ജീവൻ വയ്ക്കാൻ തുടങ്ങും. ചലിക്കാത്ത, പ്രതീക്ഷയില്ലാതിരിക്കുന്ന ചില അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുവാൻ തുടങ്ങും. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നന്മകൾക്ക് തടസ്സമായിരിക്കുന്നവ യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മിൽ അവൻ വാഴാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ നന്മകൾ അനുഭവിക്കുവാൻ ഇടവരും. ഹല്ലേലൂയ. കാരണം സൃഷ്ടിതാവ്, സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായി. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സകലതും ഉളവാകുവാൻ തുടങ്ങും. അതുകൊണ്ട് ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുത്തോളൂ. ഹീ ഈസ് അവർ ലവിങ് ഗോഡ്. എല്ലാ അസ്വസ്ഥതകളും, എല്ലാ നിരാശകളും, അവിശ്വാസങ്ങളും നീങ്ങിപ്പോകട്ടെ. ദൈവസ്നേഹത്താൽ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്കും എൻ്റെ തലമുറകൾക്കും വേണ്ടി കരുതും. ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അബ്രഹാമിനെ അനുഗ്രഹിച്ച, കരുതിയ ദൈവം, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിന് മകന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്ത ദൈവം എനിക്കായി ക്രൂശിൽ ബലിയാടായി. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് വിഷമത്തോടെ, നിരാശയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ആണിപ്പഴുതുള്ള പൊൻകരം കരുതും. ഹല്ലേലൂയ. ക്രൂശിലെ പ്രവൃത്തിയിൽ വിശ്വസിക്കൂ, അത് സ്വീകരിക്കൂ. അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ചലിക്കുവാൻ തുടങ്ങും. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. യഹോവ ഈരേ, ദ പ്രൊവൈഡർ. കരുതുന്ന ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചുയർത്തു ജീവിക്കുന്നു. വിശ്വസിക്കുക, ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയുവാൻ ഇടവരും. ആ കരുതുന്ന യേശുവുമായി ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്കായി തീർന്നാട്ടെ. അത്ഭുതത്തെക്കാൾ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ സ്നേഹിക്കുക, വിശ്വസിക്കുക. ആ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ മതിയായവനാണ്. വിഷമിക്കേണ്ട കേട്ടോ. പറഞ്ഞാട്ടെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവോട് കൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ട എല്ലാ നന്മകളും ഒരുക്കിത്തരും. സന്തോഷിക്കൂ, അത്ഭുതം പ്രതീക്ഷിക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.